ആകർഷകവും വൈവിധ്യവുമായ പാദരക്ഷകൾക്കും ബാഗുകൾക്കുമായി നെന്മാറയിൽ സിറ്റി ഫുട്വെയറിന്റെ രണ്ടാമത്തെ സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. സ്റ്റേറ്റ് ബാങ്കിന് സമീപമാണ് പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി വല്ലങ്ങി യൂണിറ്റ് പ്രസിഡന്റ് കെ ഹരിദാസ് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സിറ്റി ഫുട്വെയർ എന്ന സ്ഥാപനം വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ ആശംസകളും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി വല്ലങ്ങി യൂണിറ്റിന്റെ പേരിൽ അറിയിക്കുകയാണ്. വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി വിജയകുമാർ ശ്രീഷയ്ക്ക് ക്യാഷ് നൽകി ആദ്യ വിൽപ്പന നടത്തി. മാനേജിംഗ് ഡയറക്ടർ രമേശ് സിറ്റി ഫുട്വെയർ സ്റ്റോക്കുകളെക്കുറിച്ച് വിശദീകരിച്ചു. ഓപ്പണിംഗ് പ്രമാണിച്ച് നമുക്ക് 10% എല്ലാ ഐറ്റത്തിനും നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ്. 15 മുതൽ 20-ാം തീയതി വരെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാ പ്രോഡക്റ്റിനും. നമ്മുടെ ലേഡീസിൻ്റെ ചെരുപ്പുകൾ, ജെൻസിൻ്റെ എല്ലാ മോഡൽ ചെരുപ്പുകളും വിവിധ കമ്പനികളുടെ ചെരുപ്പുകളും എല്ലാം ലഭ്യമാണ്. പിന്നെ ട്രോളി ബാഗുണ്ട്, ട്രാവൽ ബാഗ്, ലേഡീസ് ബാഗ്, ജെൻസ് ബാഗുകൾ എല്ലാം നമുക്ക് ലഭ്യമാണ്. ഇവിടെ എല്ലാം ബാഗുകളെല്ലാം 1 ഇയർ വാറൻറ്റിയോടെ നമ്മൾ കൊടുക്കുന്നതാണ്. ഇവിടെ മേടിച്ചിട്ട് എന്ത് കംപ്ലയിൻറ്റ് വന്നാലും നമ്മളത് റെഡിയാക്കി കൊടുക്കുന്നതാണ്. എല്ലാ പ്രോഡക്റ്റിനും ബാഗുകൾക്കെല്ലാം റിപ്പയർ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. കമ്പനി ചെരുപ്പുകൾ നമുക്ക് മിക്കവാറും എല്ലാ കമ്പനി ചെരുപ്പുകളുണ്ട്. വാൾക്രോണ്ട്, ഒഡീസിയുടെ ഉണ്ട്, ജോഗറുണ്ട്, മാർക്കിൻ്റെ ഉണ്ട്. പലതരം കമ്പനികൾ എല്ലാ കമ്പനികളും ഉണ്ട്. ലേഡീസിൻ്റെയും ജെൻസിൻ്റെയും കിഡ്സിൻ്റെ ചെരുപ്പുകളുണ്ട്, ഷൂ ഉണ്ട്, ബാറ്റയുടെ എല്ലാ കമ്പനികളും ഉണ്ട്. എല്ലാവരെയും ഹൃദയപൂർവ്വം നിങ്ങളെ ക്ഷണിച്ചോളുന്നു ഇങ്ങോട്ട്. രമേശിൻ്റെ മാതാവ് വസന്ത ഭദ്രദീപം തെളിയിച്ചു. സിറ്റി ഫുട്വെയർ കുടുംബാംഗങ്ങളും ജീവനക്കാരും വ്യാപാരികളും ചടങ്ങിൽ പങ്കെടുത്തു. ഉദ്ഘാടനം പ്രമാണിച്ച് മാർച്ച് 15 മുതൽ 20 വരെ എല്ലാ പർച്ചേസിനും 10% ഡിസ്കൗണ്ട് നൽകുന്നു. വിവിധതരം ജെൻസ്, ലേഡീസ്, കിഡ്സ് ചെരുപ്പുകളും ലേഡീസ് ബാഗ്, ട്രോളി ബാഗ്, ട്രാവൽ ബാഗ്, ട്രെക്കിംഗ് ബാഗ്, സ്കൂൾ ബാഗ് എന്നിവയും കുടകളും മിതമായ നിരക്കിൽ ഇവിടെ ലഭിക്കുമെന്ന് MD രമേശ് അറിയിച്ചു. 700 രൂപ മുതലുള്ള ബാഗുകൾക്ക് 1 വർഷത്തെ ഗ്യാരണ്ടി ലഭിക്കും. ഇടുക്കി അടിമാലിയാണ് പ്രഥമ സംരംഭം പ്രവർത്തിക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.